Hello everyone, welcome to Super Tutor, your one-stop solution for everything related to online teaching. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസസ്മെന്റ് ടൂളിനെ കുറിച്ചാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് പുതിയ സ്കില്ലിനെ അതുപോലെ തന്നെ ടെക്നിക്കൽ ടൂൾസ് ഒക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എങ്ങനെ നല്ല രീതിയിൽ ടീച്ച് ചെയ്യാം എന്നുള്ള ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോസ് നമ്മൾ ത്രൂ ഔട്ട് ഈ ഒരു ചാനലിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് പോയിട്ട് എന്ത് ചെയ്യുക, വാച്ച് ചെയ്ത് നോക്കുക. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും ടീച്ചിങ് ഫീൽഡിൽ വരുന്ന സമയത്ത് നമ്മൾ ഒന്ന് ബുദ്ധിമുട്ടാകുന്നത് അസസ്മെന്റിലാണ് അല്ലെ. അപ്പം പലപ്പോഴും സ്റ്റുഡൻസ് അസസ് ചെയ്യാൻ നമുക്ക് കറക്റ്റായിട്ട് പറ്റാറില്ല. സോ ഇത് നമുക്ക് എന്താണ് കുറച്ചും കൂടെ ഗെയിമിഫിക്കേഷനോട് കൂടി അല്ലെങ്കിൽ ഒരു തീമൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, സ്റ്റുഡൻസിന് അസസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ക്യൂസസ് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടൂളിനെ കുറിച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് ഡീപ്പായിട്ട് പഠിക്കാം ഈ ഒരു വീഡിയോയിൽ. സോ വെൽക്കം ടു അവർ ന്യൂ സെഷൻ. യാ, സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്രോമിൽ പോകുന്നു, ക്യൂസേഴ്സ് എന്നുള്ളത് ടൈപ്പ് ചെയ്യുന്നു. ഈ ഒരു ഫസ്റ്റത്തെ QZ.com എന്നുള്ള ഈ ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ പോവേണ്ടത്. അപ്പം ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഡയറക്റ്റ് ക്യൂസസിന്റെ ആ ഒരു സൈറ്റിലോട്ടേക്കായിരിക്കും പോകുന്നുണ്ടായിരിക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യണം. നിങ്ങൾക്ക് അറിയാലോ ഏത് ടൂളാണെന്നുണ്ടെങ്കിൽ നമ്മളത് ലോഗിൻ ചെയ്യണം. അപ്പം നമ്മളത് എന്ത് ചെയ്യുന്നു, ലോഗിൻ ചെയ്യുക. കറക്റ്റായിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ശരിപ്പം ഞാനിപ്പോൾ എൻ്റെ ഇതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ലോഗിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ടൂളിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ട് ഈ ഒരു ഫ്രണ്ട് ഇൻ്റർഫേസിനെ കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അതിലിപ്പം എക്സ്പ്ലോറിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അതിൽ നമുക്ക് ഒരുപാട് ഇതുപോലെയുള്ള എഡ്യൂക്കേറ്റേഴ്സ്, നിങ്ങളെ പോലെയുള്ള എഡ്യൂക്കേറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വിസസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എടുത്ത് നോക്കാം. ഒരുപാട് എണ്ണം ഉണ്ട്. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രം ദ സ്ക്രാച്ച് മുതൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് ലെസൺ പ്ലാൻ, ഇന്ററാക്റ്റീവ് വീഡിയോസ്, പാസേജ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള അസസ്മെന്റ് നമുക്ക് അവൈലബിൾ ആണ്. സോ ബട്ട് നമ്മൾ ഇന്ന് വരെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസസ്മെന്റിനെ കുറിച്ചാണ്. സോ അസസ്മെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലെന്താണ് കുറച്ചും കൂടെ ടൈപ്പ് ഓഫ് വെറൈറ്റി. ഇതിൽ ക്രിയേറ്റ് ഫ്രം യുവർ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, അല്ലെങ്കിൽ ഗൂഗിൾ സ്ലൈഡിൽ നിന്ന് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ലിങ്ക് അസസ്മെന്റിന്റെ ഏതെങ്കിലും വെബ്സൈറ്റിന്റെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസസ്മെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. അതല്ലാതെ നമുക്ക് എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് അതുപോലെയുള്ള എഡ്യൂക്കേറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പം അതൊക്കെ നിങ്ങൾ ഗോ ത്രൂ ചെയ്ത് നോക്കുക. നിങ്ങൾ മാത്തമാറ്റിക്സ് ആണ്, ഏത് സബ്ജക്റ്റ് ആണോ എടുക്കുന്നത് ആ സബ്ജക്റ്റിനെ അപേക്ഷിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കുക ഏതാണെന്ന്. നമുക്കൊരു ക്ലാസ്സസ് ഇപ്പൊ ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡ്രാഫ്റ്റിൽ കിടക്കുന്നതോ അല്ലാത്തതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഡെമോസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഞാൻ പ്രീവിയസ്ലി കണ്ടക്ട് ചെയ്തിട്ടുള്ള ക്വിസസിന്റെ റിപ്പോർട്ടും കാര്യങ്ങളും, ഇതൊക്കെ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമുക്ക് അതിന്റെ റിപ്പോർട്ട് കാർഡൊക്കെ കിട്ടുമ്പോൾ ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ടീച്ചു, എത്രത്തോളം അവർ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ അറിയാൻ പറ്റും റിപ്പോർട്ടിൽ. ആൻഡ് ക്ലാസ്സസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മളെ ഗൂഗിൾ ക്ലാസ് റൂം, അങ്ങനെ ഒരുപാട് ഇത് നമുക്ക് ഇവിടെ അങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ 20 ആക്ടിവിറ്റി, നമുക്ക് 20 ആക്ടിവിറ്റി ആണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അതിൽ 5 ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ക്രിയേറ്റ് ചെയ്യണം ഫ്രം ദ സ്ക്രാച്ച് മുതൽ. നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ്റെ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അസസ്മെന്റ്, ലെസൺ പ്ലാനോ, ഇന്ററാക്ട് ഏത് കാര്യമാണെങ്കിലും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈബ്രറി പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതിന്റെ കൂടെ ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയൊരു അസസ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ. അതിൽ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് അസസ്മെന്റ് ആയതുകൊണ്ട് ഞാൻ അസസ്മെന്റ് ആണ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത്. സോ പിന്നെ അവിടുന്ന് നമ്മൾ ഫ്രണ്ടിൽ കണ്ടില്ലേ, ഫ്രം ദ വർക്ക് ഷീറ്റോ ഗൂഗിൾ ഷീറ്റോ സ്പ്രെഡ്ഷീറ്റ് എന്തെങ്കിലും വെച്ചിട്ട്, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം വെച്ചിട്ടൊക്കെ അല്ലെങ്കിൽ PDF ഒക്കെ വെച്ചിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ട് അത് കൺവേർട്ട് ആക്കാനൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. AI യൂസ് ചെയ്തിട്ട് ചെയ്യാനൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. റീഡ് ഫ്രം സ്ക്രാച്ച്, പലർക്കും ചിലപ്പോൾ AI യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെയുള്ള അതൊന്നും ഉണ്ടായിരിക്കില്ല. നമ്മൾ പയ്യന്നിൽ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായിരിക്കും പലരും ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രം ദ സ്ക്രാച്ച് മുതൽ ക്രിയേറ്റ് ഫ്രം
സ്ക്രാച്ച് എന്നത് ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ തണ്ടറിന്റെ ഇതാ കണ്ട, ഇവിടെ ഒരു തണ്ടറിന്റെ സിമ്പിൾ ഉള്ളൊരു ഇതുണ്ട്. അതൊക്കെ പ്രീമിയം വേർഷൻസിലുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് കാര്യം ഒന്ന് ഓർക്കുക. ബട്ട് അതല്ലാതെ നമുക്ക് ഓപ്പൺ ഇൻഡെഡ് ക്വസ്റ്റ്യൻസ് കൊടുക്കാം, ട്രൂ ഓർ ഫോൾസ് കൊടുക്കാം, മൾട്ടിപ്പിൾ ചോയ്സ് കൊടുക്കാം, മൾട്ടി സെലക്ടഡ് കൊടുക്കാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക് കൊടുക്കാം. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അസസ്മെന്റ് ടെക്നിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെയ്ഡ് വേർഷൻ എടുക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരുപാട് ട്യൂട്ടേഴ്സ് അതിന്റെ പെയ്ഡ് വേർഷൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പം അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ബട്ട് ഞാൻ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിന്റെ ഫ്രീ വേർഷൻ തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ ചോയ്സ് ഏതെങ്കിലും ഒരു ടൈപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. സോ നമ്മൾ എന്താ മൾട്ടിപ്പിൾ ചോയ്സ് എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യത്തെ ഓപ്ഷൻ തന്നെയാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു കേസിലോട്ടേക്ക് വന്നു കഴിഞ്ഞു. സോ ഞാൻ ജസ്റ്റ് ChatGPT-യോട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 7th ഗ്രേഡിൽ അസസ് ചെയ്യാൻ പറ്റുന്ന, ബേസിക് സയൻസിൽ അസസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ക്വസ്റ്റ്യൻസ് അതിന്റെ മൾട്ടിപ്പിൾ ആൻസേഴ്സും എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഇവിടെ 1 by 1 ആയിട്ടൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ ChatGPT വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എളുപ്പത്തിന് ചെയ്തതാണ്. നിങ്ങളുടെ അടുത്ത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ നോർമലി നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്യാതെ ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ്. കണ്ടോ, ടൈപ്പ് ആൻസർ ഞാനത് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുന്നു മാത്രം. നിങ്ങളത് ടൈപ്പ് ചെയ്താൽ മതി. അവിടെ അതിൽ ആൻസർ ലീഫാണ് വരുന്നത്. സോ ഏറ്റവും മുകളിലായിട്ട് ഈ ഒരു ഓപ്ഷന്റെ അവിടെ നിങ്ങൾ കണ്ടോ, ലീഫിന്റെ അവിടെ എല്ലാപ്പിന്റെ അവിടെ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റൈറ്റ് ആൻസറിന്റെ അവിടെ നമ്മളൊരു ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് അവർക്ക് മനസ്സിലായി. സോ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിവിടെ പിക്ചർ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ പിക്ചർ ആഡ് ചെയ്യുന്നില്ല. ഓഡിയോയും വീഡിയോ ഒക്കെ ഹണ്ടർ കാണുന്നുണ്ട് അവിടെ. അപ്പൊ ദാറ്റ് മീൻസ് നമ്മളുടെ പ്രീമിയം വെർഷൻസിലുള്ള ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇമേജ് കൊടുക്കാം നമുക്ക്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിന് 1 point ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് മാറ്റണം, നമുക്കത് 5 points ആക്കണം. ഏത് പോയിന്റ് ആണ് വേണ്ടത് അതിനനുസരിച്ച് കൊടുക്കാം. ഇതിപ്പോ ഒരു 45 minutes ആണ് ഈ ഒരു ക്വസ്റ്റ്യന് അവർക്ക് ടൈം കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ 20 minutes ഏതാണോ വേണ്ടത് അത് നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് അതൊന്ന് സേവ് ചെയ്യാം. നമ്മളിപ്പം എന്താണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്കൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഇവിടെ കണ്ട ക്രിയേറ്റ് ആയിട്ടുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, 20 points ആണ്, 20 seconds 1 point ആണെന്ന് മതി. ഇത് നമുക്ക് AI യൂസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യാം, ഇത് ഇത്രയും ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ എല്ലാം കൂടെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി, ഭയങ്കര ലെങ്തി ആയി പോകും. ബട്ട് നിങ്ങൾ അതെന്ത് ചെയ്യാൻ നോക്കുക. ചിലതൊക്കെ കണ്ടറിന്റെ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് പെയ്ഡ് ആണെന്നുള്ളത് മാത്രം ഒന്ന് ഓർത്തിരിക്കും. ഓക്കെ, പിന്നെ നമുക്കിത് എഡിറ്റ് ചെയ്യാം, അങ്ങനെയുള്ള ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസുകൾ അവൈലബിൾ ആണ് കേട്ടോ. നമുക്കിത് AI യൂസ് ചെയ്തിട്ട് പോലെയുള്ള സിമിലർ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഉണ്ടാക്കാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇനിയിപ്പോ നമ്മൾ ഇവിടെ ഇപ്പം ഒരു സ്പെസിഫിക് എന്താണ് ക്വസ്റ്റ്യൻ, അതായത് ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്യണം. ഇപ്പൊ ഇവിടെ ഞാനിപ്പോ ജസ്റ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് കൊടുക്കാം. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, നമ്മുടെ മാറ്ററിന്റെ പല രീതിയിലുള്ള സ്റ്റേറ്റ്സ് അത് കമ്മ്യൂണിറ്റി കൊടുക്കാണ്. മൈ ലൈബ്രറിയിൽ ഉണ്ടാവില്ല, എന്റെ ലൈബ്രറിയിൽ കുറവായിരിക്കും. കമ്മ്യൂണിറ്റിയിൽ നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, നമ്മളെ സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഒക്കെ പോലെയുള്ള അതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നമ്മളെ ഈ ഒരു ബേസിക് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എടുക്കും. കമ്മ്യൂണിറ്റിയിൽ നമ്മളെ പോലെയുള്ള ഒരുപാട് ട്യൂട്ടേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ സെയിം ടോപ്പിക്കിൽ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഈസിലി എടുക്കാം എന്നാണ് ഇവിടെ ഞാൻ കാണിച്ചു തരുന്നത്. ജസ്റ്റ് ഞാനിപ്പം ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വിച്ച് പെയർ ഓഫ് വെർബസ് ഇൻസ്ക്രൈബ് ദിസ് റോക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറെ പിക്ചർ വെച്ചിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആഡ് കൊടുത്താൽ മതി. കണ്ടോ, അത് ഡയറക്റ്റ് നമ്മളുടെ ക്വസ്റ്റ്യനിലോട്ടേക്ക് ഇവിടെ 2 എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ കണ്ട ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആഡ് ചെയ്യണം, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആഡ് ചെയ്യണം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് എന്താണ്
സോളിഡ് ഗ്യാസ്, ഇത് 3 ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിലെല്ലാം ഒരു 3 ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളൂ. സോ ഇത് നമുക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ആഡ് ചെയ്യാം. ആൻഡ് നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ വേറെ ക്വസ്റ്റ്യൻസ് ഇതാ ഹിസ്റ്ററീസ് ഓഫ് മാറ്റർ 2 ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ഏത് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര എണ്ണം വേണം എന്നുള്ളത് നമ്മളാണ് ഡിസ്കസ് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. ഒരുപാട് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. അതല്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടേതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിലേക്ക് എടുക്കാനായിട്ട്. അപ്പൊ ഞാൻ കുറച്ചും കൂടെ 2-3 ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ ഇവിടെ എന്ത് ചെയ്യുവാണ്, ജസ്റ്റ് ഇടുവാണ്. ജസ്റ്റ് ആഡ്, ഞാൻ ക്വസ്റ്റ്യൻസ് ഏതാണ് എന്താണെന്നൊന്നും നോക്കുന്നില്ല, ജസ്റ്റ് എന്താണ് ആഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ചെയ്യാൻ. ഇപ്പൊ ഇവിടെ ഗ്രേഡ് ഒക്കെ കൊടുക്കുക, ഫിൽറ്റർ ചെയ്യാൻ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഏത് സ്റ്റാൻഡേർഡിനാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആ രീതിയിൽ അനുസരിച്ച് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്യാം. സബ്ജക്റ്റ് ഫിൽറ്റർ ചെയ്യാം, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഫിൽറ്റർ ചെയ്യാം, ലാംഗ്വേജസ് ഫിൽറ്റർ ചെയ്യാം, എല്ലാ ഓപ്ഷൻസും കംപ്ലീറ്റ് ഓപ്ഷൻസ് ഇത് അവൈലബിൾ ആണ്. ഓപ്പൺ ചെയ്ത് നോക്കുക ഈച്ച് ആൻഡ് എവറി കാര്യം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 10 ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് എനഫ്. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഒരു 10 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 10 ആയിട്ടില്ല, ഇവിടെ 6 ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ, 6 പോയിന്റ് ആയിട്ടുള്ളൂ അല്ലെ. സോ നമുക്ക് എന്താണ്, ഇത്ര മതി, നമുക്ക് 10 ആക്കാം. ആവുന്ന സമയത്ത് നമുക്ക് എന്താണ് കുറച്ചും കൂടെ കാണും. അപ്പൊ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഒരു 5 ക്വസ്റ്റ്യൻ 5 പോയിന്റ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് അസസ്മെന്റിന് കൊടുക്കാറ്. ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആഡ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യനാ വേണോ, അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക് വേണോ, അതല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് വേണോ, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ചോദിക്കുക കേട്ടോ. നിങ്ങൾക്ക് കൊടുക്കാം. അതിനനുസരിച്ച് നിങ്ങൾ അത് ടൈപ്പ് ചെയ്താൽ മതി, കറന്റ് നിങ്ങളുടെ ലൈബ്രറിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ന്. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ പോയിന്റ്സ് ഒക്കെ മാറ്റാം കേട്ടോ. പിന്നെ ഇൻ ബിറ്റ്വീൻ ഇതിന്റെ ഇടയിൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ആഡ് സിമിലർ വെച്ചിട്ടും ചെയ്യാം, അല്ലാതെ ആഡ് ചെയ്യണമെങ്കിലും ആഡ് ചെയ്യാം ഇൻ ബിറ്റ്വീൻ. ഓക്കെ, സോ ഞാൻ ബേസിക് ആയിട്ടൊരു 5 ക്വസ്റ്റ്യൻ 5 പോയിന്റ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, പബ്ലിഷ് കൊടുക്കുന്നു, പ്രിവ്യൂ കൊടുക്കാൻ നമുക്കിവിടെ പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വരിക എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു ക്വസ്റ്റ്യൻ ഇതിലൊരു നെയിം ടൈറ്റിൽ കൊടുക്കാൻ പറ്റും. ബേസിക് സയൻസ് ആണ് ഇത് കൊടുക്കുന്നത്, ബേസിക് സയൻസ്. ബേസിക് സയൻസ് എന്നുള്ളത് ജസ്റ്റ് ജനറൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. കെമിസ്ട്രി നമ്മള് സയൻസ് ആയിട്ടാണ് അല്ലെ വരുന്നത്, സയൻസ് എന്ന് കൊടുക്കുന്നുണ്ട്. ഗ്രേഡ് ഐ തിങ്ക് ഒരു 7th ഗ്രേഡ് ഒക്കെ കൊടുക്കാം. ആൻഡ് പബ്ലിക് ആണ് പ്രൈവറ്റ് ആണ് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വിസിബിളി ഓൺലി ടു യു, നമുക്ക് മാത്രമായിട്ടാണ് വിസിബിൾ ആവേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ കൊടുക്കാം. അതല്ല നമുക്ക് പബ്ലിക് ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ കൊടുക്കും. പക്ഷെ നമ്മൾ മാത്രം ഇതാക്കുന്ന സമയത്ത് നമ്മുടെ ഡീറ്റെയിൽസും കൂടെ കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പം അത് വേണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്തായാലും എന്ത് ചെയ്യുന്നു, നമ്മളുടെ പബ്ലിഷില് പോയിട്ട് BS സെലക്ട് സയൻസ് ഗ്രേഡ് 7th. പബ്ലിക് പ്രൈവറ്റ് ഉണ്ട്. പ്രൈവറ്റ് ഞാൻ ഇപ്പൊ നേരത്തെ കാണിച്ചതുപോലെ നമ്മളുടെ ഇതായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇത് പബ്ലിക് തന്നെ ആക്കി കൊടുക്കുവാണ്. സോ എല്ലാ ടീച്ചേഴ്സിനും വിസിബിൾ ആവാൻ പറ്റും. നമുക്ക് അങ്ങനെ ഒരു സേഫ്റ്റി ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു കവർ പേജ് വേണമെങ്കിൽ കൊടുക്കാം. കവർ പേജ് നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ളത് തന്നെയാണ് കൊടുക്കുന്നത്. മാറ്റർ എന്നുള്ളത് തന്നെയാണ്. അതിപ്പം ജനറൽ എന്താ ഇപ്പം ഫ്ലവർ നോക്കാം അല്ലെ, ഫ്ലവർ. ഓക്കെ ഫൈൻ. സോ ഇത് ഫ്ലവറിന്റെ ഒരു ഇതാണ്, അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഫ്ലവറിന്റെ ഇത് വരുന്നില്ല. എത്തോട് എന്റെ ഇതില് അതിന് പറ്റിയിട്ടുള്ളൊരു ഇതിലില്ല. അതുകൊണ്ടാണ് സെർച്ചിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ഇതിന് ആക്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഇമേജസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുക കേട്ടോ. തൽക്കാലം ഞാനിപ്പം വീഡിയോന്റെ ലെങ്ത് കൂടുതലാവുന്നതുകൊണ്ട് ഞാനത് കൊടുക്കുന്നില്ല. കവർ പേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. എന്തെങ്കിലും സ്പെഷ്യൽ കവർ പേജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് കൊടുക്കും. ജസ്റ്റ് പബ്ലിഷ് എന്ന് കൊടുക്കുന്നു കേട്ടോ. ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇത് പബ്ലിഷ് കൊടുക്കുന്നു. പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ ആ നെയിം ഷുഡ് ബി ലീസ്റ്റ്. ഓക്കെ,
ബേസിക് സയൻസ്. സോ എന്ത് ചെയ്യുന്നു, പബ്ലിഷ് കൊടുക്കുന്നു. സോ അതാ ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻസ് ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ ലൈബ്രറിയിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്ഡേറ്റ് ആയിട്ട് വരുവാണ്. നമ്മളുടെ ഇതിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്താണ് ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെതും എല്ലാം കറക്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടല്ലോ, 5 ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, സേവ് ചെയ്യാം, ഷെയർ ചെയ്യാം, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് പ്രിവ്യൂ എന്നൊക്കെ ഉണ്ട്. ഇപ്പൊ സ്റ്റാർട്ട് നൗ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അസൈൻ, ഇത് രണ്ടുമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അസൈൻ എന്ന് പറയുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഇതിലോട്ടേക്ക് സ്റ്റുഡൻസിലോട്ടേക്ക് നമ്മൾ എന്താണ് അസൈൻ ചെയ്യുവാണ് എന്നാണ് പറയാ. അപ്പം അതിലിപ്പോൾ നമ്മൾക്ക് ഇവിടെ കുറെ എക്സ്ട്രാ ടൈം ക്വസ്റ്റ്യൻസ് അങ്ങനെ കുറെ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ നിങ്ങൾ നോക്കുക ചെയ്യാം. നിങ്ങൾക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് കൊടുത്താൽ മതി. സോ ഇതെന്താകും, ഒരു പിൻ ഗോൾ ആയിട്ട് വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇവിടെ. അസൈൻ കൊടുത്താൽ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾ ആ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കുക. ഓക്കെ, സോ നമുക്ക് ഷെയറബിൾ ആയിട്ടുള്ള ഒരു പിൻ കോഡ് തന്നിട്ടുണ്ടായിരിക്കും. യെസ്, അവിടെ കണ്ട QR കോഡ് തന്നിട്ടുണ്ടായിരിക്കും. സോ ഈ ഒരു QR കോഡാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, സ്റ്റുഡൻസിന്റെ അടുത്ത് എന്ത് ചെയ്യുന്നത്, കൊടുക്കേണ്ടത്. ഓക്കെ, എൻ്റർ ദ QR കോഡ്. അപ്പം ഈ ഒരു QR കോഡ് വെച്ചിട്ട് സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, ഈ ഒരു ഇതിലോട്ടേക്ക് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, അസൈൻ ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഒരു ലിങ്ക്, ഈ ഒരു ഗെയിമിന്റെ ലിങ്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോർവേഡ് ചെയ്യാം. ഓക്കെ, ഇത് ഇവിടുന്ന് നമുക്ക് ഗൂഗിൾ വർക്ക് പ്ലേസിൽ ടീംസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവിടുന്ന് അസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻസിന്റെ അടുത്ത് ഈ ഒരു QR കോഡ് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ലിങ്ക് കൊടുക്കുക. എങ്ങനെയാണെങ്കിലും പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു ഇതിലോട്ടേക്കാണ് അവർ പോകേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക കേട്ടോ. ഈ ഒരു സൈറ്റിലോട്ടേക്ക് അവർ പോകണം. ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ടേ. ഇത് സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, അത് ഞാനൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്തോ ചോദിക്കുന്നുണ്ടായിരിക്കും, എൻട്ര ജോയിൻ കോഡ് എന്ന് ചോദിക്കുന്നുണ്ടായിരിക്കും. സെയിം നമ്മൾ ഈ ജോയിൻ കോഡ് ഉണ്ടല്ലോ, ഈ ഒരു കോഡ് എന്ത് ചെയ്യുക, സ്റ്റുഡൻസിന്റെ അടുത്ത് പോയിട്ട് ഇവിടെ എൻറ്റർ ചെയ്യാൻ പറയാ. അവർ എൻറ്റർ ചെയ്യുന്ന സമയത്ത് ഇത് ജോയിൻ ആവുന്ന സമയത്ത് അവർക്ക് അത് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു എന്താണ് ക്വസ്റ്റ്യൻസ് ക്യൂസ് സെഷനിലോട്ടേക്ക് അവർക്ക് എൻറ്റർ ആവാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ ഡയറക്റ്റ് ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്യും, ഈ ലിങ്ക് അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് ജോയിൻ ആവാൻ പറ്റുന്ന ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് എൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൺ എൻഡ് സെഷൻ, നമുക്കിത് ഈ ഒരു സെഷൻ എൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതെങ്ങനെ ജസ്റ്റ് എൻഡ് ചെയ്യുകയും ചെയ്യാം. അപ്പം ഇതാണ് അസൈനിക്കിൽ ഒരു ഓപ്ഷൻ വരുന്നത്. നമുക്ക് ആ സ്റ്റുഡൻസിന് ഏതൊക്കെ സ്റ്റുഡൻസിന് എന്താണ് ആക്യുറസി, കംപ്ലീഷൻ, സ്റ്റുഡൻസ് റേറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം അത് ഏതൊക്കെ സ്റ്റുഡൻസിന് റിപ്പോർട്ട് പോലെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ആൻഡ് ഞാൻ ഇപ്പൊ തിരിച്ചെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ലൈബ്രറി വന്നിട്ടുണ്ട്. ഇതിപ്പോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഒന്നും കൂടെ വേറൊരാൾക്ക് ആർക്കെങ്കിലും ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഈ സ്റ്റാർട്ട് നൗ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും, ഇപ്പം എന്താണ്, ഇപ്പം ഈ ഒരു ടൈമിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കാം. നേരത്തെ ഞാൻ അസൈനായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഞാൻ ആ സ്റ്റാർട്ട് നൗ കൊടുക്കണം. അപ്പം ഇപ്പൊ നേരത്തെ നമ്മൾ ഇപ്പൊ കറന്റ്ലി ഇങ്ങനെ ഒരു കോഡ് വന്നിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഇതെന്ന് പറയുമ്പോൾ ലൈവായിട്ട് നമ്മൾ ചെയ്യുവാണ്. നമ്മളിപ്പം ഒരു 1 hour ക്ലാസ്സിൽ നമ്മൾ ലൈവായിട്ട് ആ സ്റ്റുഡൻറ്റിന് എന്ത് ചെയ്യാണ്, ലൈവായിട്ട് സെഷനിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ കൂടുതലും ഇത് യൂസ് ചെയ്യുക. അസൈനിങ് വരുന്ന സമയത്ത് ആ സെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റുഡൻറ്റിന് ഇക്ക ടൈമിലോട്ടേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഹോംവർക്ക് ഒക്കെ ആയിട്ട് കൊടുക്കാനുള്ളതാണ് അസൈനിങ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പം ഇതാണ് അതിന്റെ QR കോഡ് വരുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അത് ഇതിലോട്ടേക്ക് സ്റ്റാർട്ട് ആവും. അപ്പം ഇതിപ്പം ഒരാളെങ്കിലും ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം ഐ മീൻ ലോഗിൻ ആവണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഇത് കോപ്പി ചെയ്തിട്ട് ഞാൻ എൻ്റെ വേറൊരു മെയിലിൽ പോയിട്ട് ജസ്റ്റ് ഇത് പേസ്റ്റ് ചെയ്യുന്നു. ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഞാൻ ഈ ഒരു ഒരാളെങ്കിലും പാർട്ടി, നിങ്ങൾക്ക് ഇത് അൾട്ടിമേറ്റ് ഇത് ലാസ്റ്റിലോട്ടേക്ക് ഇത് എങ്ങനെ അതിന്റെ ഔട്ട്പുട്ട് വരുന്നതെന്ന് അറിയണല്ലോ. അപ്പൊ പേര് ചോദിക്കുന്നുണ്ട്, സൂപ്പർ ട്യൂട്ടറാണ്. സ്റ്റാർട്ട് കൊടുക്കുന്നു.
സോ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റുഡൻറ്റിന്റെ പെർസ്പെക്റ്റീവിൽ ഇത് ഇങ്ങനെയായിരിക്കും വരിക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ടീച്ചറിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഇതാക്കണ്ടോ സുപ്പായിട്ടുട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഇവിടെ എൻ്റർ ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു മ്യൂസിക് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കില്ല, അതുകൊണ്ടാണ്. സോ നമ്മളുടെ ക്വസ്റ്റ്യൻ ഫസ്റ്റത്തെ ഒരാളാണ് ഇപ്പം നമുക്കിവിടെ ജോയിൻ ആയിട്ടുള്ളത് അല്ലേ. അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് എന്താണ് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണുന്നുണ്ടായിരിക്കും. എവിടെയായിരിക്കും? നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്തായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പം ഇവിടെ സ്റ്റുഡൻസിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ഏതാണോ ക്വസ്റ്റ്യൻ ഉള്ളത് അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ ശരിയാണ്. സോ നമ്മൾ രണ്ടാമത്തെ വാട്ട് ഇസ് ഗ്രേറ്റർ ഇത് കറക്റ്റ് ചോദിക്കുന്നുണ്ട്. സോ തെറ്റാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകുന്നു. മൂന്നാമത്തത് സ്മൂത്ത് ആൻഡ് അവലാണ് വരുന്നത്. സോ ആ രീതിയിൽ ഇവിടെ കൊടുക്കുന്നു. ലീഫ് ആയിരുന്നു അല്ലെ കറക്റ്റ് ആൻസർ. സോ അത് കൊടുക്കുന്നു. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇത് കൊടുക്കുന്നു. സോ ദേ ഗെറ്റ് ബോത്ത് ടെക് ഷേപ്പ് ആൻഡ് ദെയർ ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. സോ നമ്മൾ കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞു. സോ അതിനനുസരിച്ച് നമ്മൾക്ക് എന്താണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും ഇവിടെ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ. സോ ഏതെങ്കിലും നമ്മൾ തെറ്റായ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും കൂടെ റീകൺസിഡർ ചെയ്തിട്ട് എഴുതാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ. എനിവേസ് ഇതൊക്കെ ഒന്ന് നോക്കുക. ആൻഡ് നമ്മുടെ സ്റ്റുഡൻസ് ടീച്ചേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ സുപ്പാട്ടുട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെന്താണ് 1800 സ്കോർ ആണ് ചെയ്തിട്ടുള്ളത്. ഇവര് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് തെറ്റായിട്ടുള്ളത് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്കത് ക്വസ്റ്റ്യൻസിന്റെ അടുത്ത് പോവാം. ഇത് ശരിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇത് തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ഇത് തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ഇതും തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പം അതിനനുസരിച്ചിട്ട് ഏതൊക്കെ സ്റ്റുഡൻസ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ശരി തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഡയറക്റ്റ് അറിയാൻ പറ്റും. ലീഡർ ബോർഡ് എന്നുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പാർട്ടിസിപ്പൻ്റല്ലേ വന്നുള്ളൂ. അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ പാർട്ടിസിപ്പൻ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് എന്തായിരിക്കും ഒരു ഇത് കൊടുക്കാൻ ഒരു കമ്പാരിസൺ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. സോ ഇതാണ് നമ്മളുടെ ക്വിസസ്. വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് ഗെയിംസിക്കേഷനോട് കൂടിയിട്ട് വളരെ ടീമൊക്കെ വെച്ച് പാട്ടൊക്കെ വെച്ചിട്ട് സ്റ്റുഡൻസിനെ അതിനനുസരിച്ച് നമുക്കനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർക്ക് കൊടുക്കുകയും ചെയ്യാം. അവരെ അസസ് ചെയ്യുകയും ചെയ്യാം അല്ലെ. അവർക്കും കുറയ്ക്കില്ല, നമുക്ക് നമ്മളെ പണി കുറഞ്ഞു കിട്ടുകയും ചെയ്യും. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു ടീച്ചർ അറിഞ്ഞിരിക്കുന്ന ടൂളാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു ടൂൾ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമന്റ്സിൽ വന്ന് പറയാം. ആൻഡ് ഇതുപോലെയുള്ള വേറെ ടൂൾസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ത്രൂ ഔട്ട് ഈ ഒരു ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യാം. സോ അൻറ്റിൽ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു സോ മച്ച്. ബൈ.